ഹായ്, വീട്ടിലെ കൂടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതേ കണ്ടില്ലേ, ഇതൊരു മാമ്പഴ പുളിശ്ശേരിയാണ്. ഇത് നാടൻ ശൈലിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. എൻ്റെ അമ്മ വയ്ക്കും പോലെ. അമ്മയുടെ പഴയ ഒരു രുചിക്കൂട്ടാണ് ഞാൻ ഇന്ന് ചെയ്തത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെയാണ് പാചകം ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു 3 മാങ്ങ കഴുകി മാറ്റി വെച്ചു. 3 നല്ല പഴുത്ത മാമ്പഴമാണ്, നല്ല മണമൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം ഒരു മാങ്ങപ്പഴം കഴിച്ചു നോക്കിയേ, നല്ല ടേസ്റ്റാണ്. ഇനി കഴുകി വെച്ചിരിക്കുന്ന 3 മാങ്ങയും ഇതിന്റെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചു. നിങ്ങൾ ഏത് പാത്രത്തിൽ മാങ്ങ വേവിക്കാൻ വെച്ചോ ആ പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുക്കറാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുക്കർ മൂടാതെ ഗ്യാസ് അടുപ്പ് ഓണാക്കി ഈ മാങ്ങ നമുക്ക് വേവിക്കാം. ഈ മാമ്പഴം ഒന്ന് വെന്ത് വരട്ടെ, നമുക്ക് വേറെ കുറച്ച് പണി ചെയ്യാം. നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് പൊടിച്ച് പാവ് കാച്ചി എടുക്കാം. അതിനുവേണ്ടി കുറച്ച് ശർക്കര എടുത്ത് ഞാൻ പൊടിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. ഗ്യാസ് അടുപ്പ് ഓണാക്കി അതൊന്ന് ഉരുകി വരട്ടെ. ഇതേ നമ്മളെ ശർക്കര ഒന്ന് ഉരുകി വന്ന് ഞാനൊന്ന് പതുക്കെ ഒന്ന് ചുറ്റി കൊടുത്തേ. അങ്ങനെ നമ്മളെ ശർക്കര പാനി റെഡിയായി. ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് മാങ്ങയുടെ പരുവം എന്തായെന്ന് നോക്കാം. നമ്മുടെ 3 മാങ്ങപ്പഴവും നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിലെ തീ കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഒരു ജാർ എടുക്കണം. അതിലേക്ക് 1 മുറി തേങ്ങ എടുത്ത് ചിരുകി ഇട്ട് കൊടുക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തേങ്ങ ചിരികത് മുഴുവനായി ഞാൻ ജാറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങയിലോട്ട് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നാലെ ഒരു 3/4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് അരയ്ക്കല്ലേ, തൈരാണ് ഒഴിച്ച് അരയ്ക്കാനുള്ളത്. പെട്ടെന്ന് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. 1/2 ഗ്ലാസ് തൈരാണ് ഞാൻ ഇതിൽ ഒഴിച്ച് അരച്ചത്. ബാക്കിയിരുന്ന തൈര് വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുത്താണ് അരച്ചത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ വേവിക്കാൻ വെച്ച് 3 മാങ്ങപ്പഴവും നല്ലതുപോലെ വെന്ത് കിടക്കുകയാണ്. ഇതിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ല പുളിയുള്ള തൈരാണ് ആവശ്യമുള്ളത്. കാരണം മാങ്ങപ്പഴം നല്ല മധുരമുണ്ട്. അതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുക്കുന്നത്. പുളിയുള്ള തൈരാണ് നമുക്കിനി ആവശ്യമുള്ളത്. ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. വലുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ ശർക്കര പാനി ഒന്ന് പിടിക്കാൻ കയറി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. നമ്മുടെ ശർക്കര പാനി കാരണം മാങ്ങ കുറേ കൂടി നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നല്ലൊരു മണം ഇപ്പം തന്നെ വരുന്നു. കുറച്ചുകൂടി അടിപൊളി ആവാൻ കരുതി നമുക്ക് ഇനി 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മാമ്പഴ പുളിശ്ശേരിക്ക് എന്ന് മെയിൻ ഐറ്റം നെയ്യാണ്. നമ്മളിവിടെ ആവശ്യത്തിന് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തു. നെയ്യും ശർക്കര പാനിയും മാങ്ങപ്പഴവും നല്ലതുപോലെ വെന്ത് നല്ലൊരു മണമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും പല രീതിയിലാണ് ഈ പുളിശ്ശേരി വെക്കുന്നത്. പക്ഷെ നമ്മളെ ഈ മാമ്പഴ പുളിശ്ശേരി നാടൻ ശൈലിയിൽ പണ്ടത്തെ രുചിയിലാണ് വെക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച് ബേറ്റ ഒഴിച്ചു കൊടുത്തു. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മുഴുവൻ ബേറ്റയും ഇതിലോട്ട് വിടുന്നില്ല. കുറച്ചൊക്കെ അതിൽ പറ്റി പിടിച്ചിരിപ്പുണ്ട്. നമുക്ക് കൈ കൊണ്ടൊന്ന് തൂത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ചൊഴിച്ച് അരപ്പെല്ലാം പറ്റി പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി ജാറിലിരുന്ന അരപ്പ് കൂടി കൈ കൊണ്ട് നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ അരച്ചു വെച്ച് അരപ്പെല്ലാം ഇട്ട് കൊടുത്തല്ലോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ പൊടി ഉപ്പാണ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് കല്ലുപ്പാലും ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തല്ലോ, അത് അലിയാൻ കരുതി നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ശ്രദ്ധിക്കണം, നമുക്ക് കുറച്ച് നേരം അല്പം കൂട്ടി വെച്ച് കൊടുക്കാം. നമ്മൾ ഇട്ട കൂട്ടിൻ്റെ പച്ച മണമൊന്ന് പോകണമല്ലോ, അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. തീ കൂട്ടി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ടുകൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മതിയാക്കാം. ഗ്യാസ് അടുപ്പിൽ നിന്ന് കുക്കറിനെ മാറ്റി വയ്ക്കാം. ഇനിയൊരു ചീനിച്ചട്ടി എടുത്ത് കഴുകി ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് താളിക്കാൻ നെയ്യ് തന്നെ എടുക്കണം. വെളിച്ചെണ്ണ ഒരിക്കലും എടുക്കല്ലേ. മാമ്പഴ പുളിശ്ശേരിക്ക് നെയ്യാണ് ടേസ്റ്റ്. നെയ്യൊന്ന് ചൂടായി അതൊന്ന് അലിഞ്ഞു വരട്ടെ. ഇട്ട് കൊടുത്ത നെയ്യ് അലിഞ്ഞു വന്നു. അതിലേക്ക് ശകല ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ പൊട്ടിയതിന് ശേഷം ഒരു 4 വറ്റൽമുളക് കണ്ടിച്ച് ഇട്ട് കൊടുത്തു. അവസാനം മറ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് താളിക്കുമ്പം ഈ ഉലുവയും മുളകും കറിവേപ്പിലയും മാത്രം മതി, വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട. നെയ്യിൽ തന്നെ താളിച്ചു കൊടുക്കണം. നമ്മൾ താളിച്ചെടുത്ത് കൂട്ട് മാമ്പഴ പുളിശ്ശേരിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി. ഇതൊരു നല്ല മധുരമുള്ള കറിയാണ്. മധുരം മാത്രമല്ല, പുളിയുമുണ്ട്. നല്ല ചൂട് ചോറിന് കഴിക്കാൻ ഇത് മാത്രം മതി. അത്രയ്ക്കും ടേസ്റ്റുള്ള കറിയാണ്. അപ്പോഴിനി നല്ല പഴുത്ത മാമ്പഴം കിട്ടുമ്പോൾ ഈ സ്റ്റൈലിലൊന്ന് വെച്ച് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.